മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിലേക്ക് ഇന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അല്പസമയത്തിനകം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ മുൻ IAS ഉദ്യോഗസ്ഥനും മലയാളിയുമായ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കും. അദ്ദേഹം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി അല്പകാലമായി ചർച്ചകൾ നടത്തി വരികയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. സിവിൽ സർവീസിൽ ഇരിക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ എതിർത്തതിന്റെ പേരിൽ അദ്ദേഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകിച്ച് ജമ്മു കശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയതിനെതിരെ പരസ്യ വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. തുടർന്ന് അദ്ദേഹം 2020 ജോലിക്ക് തിരിച്ചു കയറാൻ സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചെങ്കിലും താൻ കോവിഡ് മായി ബന്ധപ്പെട്ടുള്ള ദൗത്യത്തിൽ പങ്കെടുക്കാമെന്നും എന്നാൽ സിവിൽ സർവീസിലേക്ക് തിരിച്ചില്ല എന്നും അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിനെതിരെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേസ് അടക്കമുള്ള നടപടികൾ എടുത്ത് സർക്കാർ മുന്നോട്ട് പോയിരുന്നു. അതേസമയം ജമ്മു കശ്മീരിലെ മനുഷ്യാവകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങളിൽ ഒപ്പം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തോളമായി ഏർപ്പെട്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന ഒരു സർവീസിൽ ഇരിക്കെ തന്നെ വിമർശിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കണ്ണൻ ഗോപിനാഥൻ. അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.